നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലഹരി മാഫിയകളുടെ നട്ടല്ലൊടിച്ചിട്ട് ഓപ്പറേഷൻ തൂഫാൻ. കാരിയർമാരെ മാത്രമല്ല, ഏജന്റുമാർ തുടങ്ങി ലഹരി റാക്കറ്റ് തലവന്മാരെയും തൂക്കണമെന്ന് ആഭ്യന്തരമന്ത്രി ചെന്നിത്തല ഉത്തരവിട്ടിരിക്കുന്നത്. ഗത്യന്തരമില്ലാതെ നാട് നീളെ ഓടുകയാണ് ലഹരി സംഘങ്ങൾ. ഓടിയിട്ടും രക്ഷയില്ല. മുക്കിലും മൂലയിലും അവന്മാരുടെ കോട്ടകളിലും കയറി വളഞ്ഞിട്ട് പൂട്ടുന്നു. തൂഫാൻ പോലീസിനെ നേരിടാൻ ലഹരി സംഘങ്ങൾ നായ്ക്കളെ കൂട്ടത്തോടെ ഇറക്കുന്നു. രാജപാളയം മുതൽ പിറ്റ്ബുൾ, ബെൽജിയം മാലിനോയ്സ് വരെ ലഹരി മാഫിയകളുടെ കൈവശമുണ്ട്. പോലീസ് റെയ്ഡിനെത്തുമ്പോൾ 10-20 നായ്ക്കളെ കൂട്ടത്തോടെ അഴിച്ചുവിടും. ഇത് തൂഫാൻ പോലീസിന് വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഒട്ടും കൂസാതെ ഇത്തരം സംഘങ്ങളെ പൊക്കി അകത്തിട്ടുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ കയ്യടിയാണ്. ശക്തമായ പോരാട്ടമാണ് സർക്കാർ ലഹരിക്കെതിരെ നടത്തുന്നത്. പിണറായി സർക്കാരിന്റെ കാലത്തും ലഹരി സംഘത്തെ പൂട്ടുമെന്നൊക്കെ ദിവസവും നമ്മൾ കേട്ടതാണ്. ലഹരി സംഘങ്ങളെ പൂട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് കൃത്യമായി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയോ മോണിറ്റർ ചെയ്യുകയോ ചെയ്യാതെ ആ പദ്ധതി കുളമാക്കിയത് പിണറായി സർക്കാരിന്റെ കാലത്തു കൂടിയാണ്. പിടികൂടുന്ന കാരിയർമാരിൽ കേസ് അവസാനിപ്പിക്കുന്ന പ്രവണതയായിരുന്നു അന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ലഹരി സംഘങ്ങളുടെ അടിവേരറുക്കുന്നതിന് പിണറായി സർക്കാരിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ചെന്നിത്തല ആഭ്യന്തര വകുപ്പിൽ കയറിയതോടെ വൻ പൊളിച്ചെഴുത്താണ്. പറച്ചിലല്ല, പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കുകയാണ്. സ്കൂളുകൾ, കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് ലഹരി വിൽക്കുന്ന കൂട്ടത്തെ കയ്യോടെ തൂക്കുന്നു. പോലീസിനെ ഇങ്ങനെയും ഉപയോഗിക്കാം. അല്ലാതെ പാർട്ടി ആഫീസിൽ കൊണ്ടുപോയി 10 വർഷം കെട്ടിയതുപോലെ അല്ല എന്ന് ജനങ്ങൾ പറയുന്നു. തൂഫാൻ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാൻ പല വഴികൾ പയറ്റുകയാണ് ലഹരി റാക്കറ്റുകൾ. എന്നാൽ ഒന്നും ഏൽക്കുന്നില്ല. മഫ്തിയിലൊക്കെ എത്തിയാണ് പോലീസ് ഇവരെ കുടുക്കുന്നത്. ഒരാളെ പിടികൂടുമ്പോൾ അയാളിൽ നിന്ന് കൂട്ടത്തിലുള്ള മറ്റുള്ളവരുടെ മുഴുവൻ വിവരവും ശേഖരിക്കുന്നുണ്ട്. തുടർന്ന് ചെയിനായി പ്രവർത്തിക്കുന്ന എല്ലാത്തിനെയും പിടികൂടുന്നു. പോലീസിനെ നേരിടാൻ നായ്ക്കളെ ഇവർ ഉപയോഗിക്കുന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുതിച്ചു പായുന്ന ബൈക്കിൽ ഇറച്ചി കഷ്ണം കൊളുത്തിയിടും. ആ ഇറച്ചി കടിച്ചെടുക്കാൻ നായ്ക്കൾ പിന്നാലെ കുതിക്കും. തമിഴ്നാട്ടിലെ ഊരുകളിൽ രാജപാളയം, കന്നി, ചിപ്പിപ്പാറ തുടങ്ങിയ വേട്ട നായ്ക്കൾക്ക് കിട്ടുന്ന അതേ പരിശീലനമാണ് ലഹരി വിൽപ്പനക്കാരുടെ വീട്ടിലെ നായ്ക്കൾക്കും കിട്ടുന്നതെന്ന് പോലീസ് പറയുന്നു. ലഹരി മരുന്ന് സൂക്ഷിക്കുന്ന ഭൂരിപക്ഷം പേരും വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആക്രമണകാരികളായ റോട്ട് വീലർ, പിറ്റ്ബുള്ള്, ബെൽജിയം മാലിനോയ്സ്, ജർമ്മൻ ഷെപ്പേർഡ് തുടങ്ങിയ നായ്ക്കളോടാണ് ലഹരി സംഘങ്ങൾക്ക് പ്രിയം. പോലീസിന്റെ സാന്നിധ്യം ഇവ പെട്ടെന്ന് തിരിച്ചറിയും. ഇതിനായി പ്രത്യേക പരിശീലനം നായ്ക്കൾക്ക് നൽകുന്നുണ്ട്. പോലീസ് വീട്ടിൽ കയറുന്ന നേരം കൊണ്ട് പ്രതികൾ രക്ഷപ്പെടും. 2023 കോട്ടയം നട്ടാശ്ശേരിയിൽ കഞ്ചാവ് തേടിയെത്തിയ പോലീസുകാർക്ക് നേരെ പിറ്റ്ബുൾ ഇനത്തിലുള്ള നായ്ക്കളെ അഴിച്ചുവിട്ട് റോബിൻ ജോർജ് എന്നയാൾ രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് ഇയാളെ കാപ്പ ചുമത്തി കരുതൽ തടങ്കലിലാക്കി. കഴിഞ്ഞ ദിവസം പാലക്കാട് 19 വയസ്സുകാരൻ 20 നായ്ക്കളെയാണ് എക്സൈസ് സംഘത്തിന് മുൻപിലേക്ക് തുറന്നുവിട്ടത്. എന്നിട്ട് ഇവൻ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇത്തരത്തിലുള്ള രീതികളാണ് ഇപ്പോൾ ഇത് വ്യാപകമായി വരികയാണ് ഇപ്പോൾ. അതായത് ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയതോടെ ശക്തമായ നിരീക്ഷണം നാടെങ്ങും നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് രക്ഷപ്പെടാനോ കച്ചവടം നടത്താനോ കഴിയുന്നില്ല. പോലീസിൽ നിന്ന് രക്ഷ തേടുന്നതിനാണ് പോലീസ് വീട് വളയുമ്പോഴോ അല്ലെങ്കിൽ ഇവരുടെ കേന്ദ്രങ്ങൾ വളയുമ്പോഴോ ഇങ്ങനെ പട്ടികളെ തുറന്നു വിടുന്നത്. പോലീസിന് പെട്ടെന്ന് ഈ നായ്ക്കളെ നേരിടാൻ കഴിയില്ല. ഇത് മാത്രമല്ല, പോലീസിന് നേരെ കടിച്ചു കീറിക്കൊണ്ടാണ് ഈ നായ്ക്കൾ ചീറി അടുക്കുന്നത്. 10-20 നായ്ക്കളെയൊക്കെ ഒരുമിച്ച് അഴിച്ചു വിടുമ്പോൾ പോലീസുകാരും ഒന്ന് പതറും. എന്നാൽ ഇവരുടെ രീതി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. നായ്ക്കളെ മറയാക്കി തൂഫാൻ പരിശോധനയ്ക്കെത്തിയ പോലീസ് സംഘത്തിൽ നിന്ന് യുവാവ് ഓടി രക്ഷപ്പെട്ടു. പോലീസ് വീട് വളഞ്ഞതോടെ ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കൾ കുരച്ച് ബഹളം വെച്ചു. ഈ തക്കത്തിലാണ് യുവാവ് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയത്. വെള്ളിയാഴ്ച രാത്രി പായിപ്പാട് പള്ളിക്കച്ചിറയിലായിരുന്നു ഈ സംഭവം. ഇളപ്പുങ്കൽ പുതുപ്പറമ്പിൽ സൽമാൻ ഖാൻ ആണ് കടന്നു കളഞ്ഞത്. 7 ഗ്രാം MDMA വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഓഫ് ടീമും തൃക്കൊടിത്താനം പോലീസുമാണ് പരിശോധനയ്ക്കെത്തിയത്. സൽമാൻ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് എത്തുകയായിരുന്നു. വീടിനടുത്തേക്ക് മഫ്തിയിൽ ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ കൂട്ടിൽ കിടന്ന 3 നായ്ക്കൾ കുരച്ചു. പോലീസ് തൊട്ടടുത്തെത്തിയതിനാൽ നായ്ക്കളെ തുറന്നുവിടാനുള്ള സാവകാശം സൽമാന് കിട്ടിയില്ല. പായിപ്പാട് മേഖലയിൽ ലഹരി മരുന്ന് വിതരണത്തിന്റെ മുഖ്യ കണ്ണിയാണ് ഇയാൾ. ഒട്ടേറെ കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്.
വിവാഹത്തെ തുടർന്ന് കുറച്ചുനാൾ സജീവമായിരുന്നില്ല. അടുത്തിടെ വീണ്ടും ലഹരി വിൽപ്പനയിൽ സജീവമായി. ആഡംബര ജീവിതമാണ് ഇയാൾ നയിച്ചിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ കാണേണ്ട മറ്റ് ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ലഹരി സംഘങ്ങളുടെ ഒക്കെ കൈകളിൽ വില കൂടിയ നായ്ക്കളാണ് ഉള്ളത്. ഇതിന് കൃത്യമായ പരിശീലനവും ലഭിക്കുന്നുണ്ട്. ഇതിനെ എവിടെ നിന്ന് ഇവർക്ക് കിട്ടുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. അതായത് ഈ ലഹരി സംഘത്തിന്റെ കാരിയർമാരല്ല, അതിന്റെ തലപ്പത്തുള്ളവർ, ഇതിന് ചുക്കാൻ പിടിക്കുന്നവരുണ്ടല്ലോ, അവരാണ് ഈ വില കൂടിയ നായ്ക്കളെ ഈ ലഹരി സംഘങ്ങൾക്ക് കൊടുക്കുന്നത്. ഓപ്പറേഷൻ തൂഫാനിൽ ശക്തമായ നിരീക്ഷണം തുടങ്ങിയതോടുകൂടി ഈ ലഹരി സംഘത്തിൽപ്പെട്ട എല്ലാവരും ഇപ്പോൾ അകത്തായിക്കൊണ്ടിരിക്കുകയാണ്. വാഹന പരിശോധനയ്ക്കിടെ MDMAയുമായി യുവാവ് പിടിയിലായി. പായിപ്പാട് പള്ളിക്കത്തോട് കറുകൊറ്റയിൽ വീട്ടിൽ സജിത്ത് സജയനെയാണ് തൃക്കൊടിത്താനം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നുംപുറം ഭാഗത്ത് പരിശോധന നടത്തുന്നതിനിടെയായിരുന്നു സജിത്തിന്റെ ബൈക്കിൽ നിന്ന് MDMA കണ്ടെത്തിയത്. തൂഫാൻ പരിശോധനയ്ക്കിടെ വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞ സൽമാൻ ഖാന്റെ സുഹൃത്താണ് സജിത്ത് എന്ന് പോലീസ് പറഞ്ഞു. ഇങ്ങനെയാണ് സൽമാന്റെ പക്കൽ MDMA ഉണ്ടെന്ന് പോലീസ് അറിയുന്നതും ഇയാളുടെ വീട്ടിൽ റെയ്ഡിനെത്തുന്നതും. ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി സൽമാൻ കോടതിയെ സമീപിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ലഹരിയുമായി പിടിയിലായതിന് പിന്നാലെ രാഷ്ട്രീയം ചർച്ചയാകുന്നതിനാൽ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ശുദ്ധീകരണം നടത്തി ലഹരി കടത്തുകാർ പാർട്ടിയുമായും രാഷ്ട്രീയവുമായും ബന്ധപ്പെട്ട ചിത്രങ്ങളും കുറിപ്പുകളും നീക്കം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ചിലർ പ്രൊഫൈലുകൾ ലോക്ക് ചെയ്യുന്നുമുണ്ട്. മുൻപ് പോലീസിന് തങ്ങളോടുണ്ടായിരുന്ന അനുഭാവം ഭരണമാറ്റത്തിനൊപ്പം മാറിയെന്ന നിഗമനത്തിലാണ് ലഹരി സംഘങ്ങൾ. കഴിഞ്ഞ ദിവസം ഏറ്റവും വലിയ MDMA വേട്ടയിൽ DYFI തൃക്കൊടിത്താനം മേഖലാ കമ്മിറ്റി അംഗമായിരുന്ന ജയിത്ത് പിടിയിലായിരുന്നു. ഈ കേസിൽ തന്നെ പിന്നാലെ പിടിയിലായ ചീരഞ്ചിറ പുതുപ്പറമ്പിൽ സനൂപ് ഷാജിയും DYFI പ്രവർത്തകനായിരുന്നു എന്ന വിവരം പുറത്തുവരുന്നു. തൂഫാൻ പരിശോധനയിൽ വ്യാപകമായി അനുഭാവികൾ പിടിയിലാകുന്നത് പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഒട്ടേറെ കേസുകളിൽ ഉൾപ്പെട്ട ജയിത്തിനു വേണ്ടി പാർട്ടി ഭാരവാഹിത്വമുള്ള അഭിഭാഷകൻ ഹാജരായതും ചർച്ചയായി. പാലാത്ര ബൈപ്പാസ് റോഡിൽ കടയിൽ കയറി യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ ജയിത്തിനു വേണ്ടി എത്തിയതും പാർട്ടി ഭാരവാഹിത്വമുള്ള അഭിഭാഷകനായിരുന്നു. അങ്ങനെ പാർട്ടിക്കാരും ഇപ്പോൾ പിടിയിലായിക്കൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല ഉത്തരവിട്ടിരിക്കുന്നത് രാഷ്ട്രീയം നോക്കണ്ട, ആര് ലഹരിക്കടത്തിൽ ഉൾപ്പെട്ടാലും അവരെ എല്ലാവരെയും തൂക്കിയിരിക്കണമെന്നാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായ ലഹരി വിരുദ്ധ റെയ്ഡുകളിൽ ഇന്ന് 109 കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന് പോലീസ് വ്യക്തമാക്കി. 131 പേരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശപ്രകാരം ഒരേ സമയം നടത്തിയ റെയ്ഡിൽ മിക്ക ജില്ലകളിൽ നിന്നും ലഹരി വസ്തുക്കളുമായി നിരവധി പേരെ പിടികൂടിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കാരിയർമാരായിട്ടും ലഹരി ഉപയോഗിക്കുന്നവരായിട്ട് നിരവധി സ്ത്രീകളാണ് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്ത് വർക്കല, കാട്ടാക്കട, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ നിന്നാണ് ലഹരി വസ്തുക്കളുമായി യുവാക്കളെ പിടികൂടിയത്. കഴക്കൂട്ടത്ത് 7 കിലോഗ്രാം MDMAയുമായി ഷാരോണിനെ ഡാൻസ് ഓഫ് പിടികൂടി. സ്ഥിരം ലഹരി വിൽപ്പനക്കാരനാണ് ഷാരോൺ. കാട്ടാക്കടയിൽ അജിത് എന്നയാളാണ് കസ്റ്റഡിയിലായത്. വാഹനം നിർത്താതെ പോയ ഇയാളെ പിന്തുടർന്ന് നടത്തിയ പരിശോധനയിൽ വീട്ടിൽ നിന്ന് തോക്കും ആയുധങ്ങളും കണ്ടെത്തിയെന്നും പോലീസ് അറിയിച്ചു. വർക്കലയിൽ ഡാൻസ് ഓഫ് സംഘം നടത്തിയ പരിശോധനയിൽ വടശ്ശേരിക്കോണം സ്വദേശി സതീഷ് മീഡിയം ക്വാണ്ടിറ്റി MDMAയുമായി പിടിയിലായി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായ ലഹരി വിരുദ്ധ റെയ്ഡുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 25 വരെ 4037 കേസുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. വിവിധ ലഹരി കേസുകളിലായി 4340 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. 2203 ഗ്രാം MDMAയും 376 ഗ്രാം കഞ്ചാവുമാണ് പിടിച്ചെടുത്തത്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ 36 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. തൂത്തുവാരി പിടിച്ച അറസ്റ്റാണ് നടക്കുന്നത്. ലഹരിക്കെതിരെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കേരളവും സർക്കാർ സംവിധാനങ്ങളും. ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാൻ ലഹരിയുടെ കണ്ണികൾക്കെതിരെ ആഞ്ഞടിക്കുകയാണ്. ലഹരി മാഫിയയുടെ വേരറക്കും എന്നാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. ഇതിനായി ഏതറ്റം വരെയും പോകുമെന്നും എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാകുമെന്നും ആഭ്യന്തര മന്ത്രിയുടെയും ഉറപ്പ്. തൂഫാനിൽ എടുക്കുന്ന കേസുകളിൽ രാഷ്ട്രീയക്കാർക്ക് പങ്കുണ്ടെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് തന്നെ രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനെല്ലാം ഇടയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് പോലീസും എക്സൈസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. വീര്യം ഒട്ടും ചോരാതെ മുന്നോട്ട് പോവുകയാണ് ഓപ്പറേഷൻ തൂഫാൻ. ജനങ്ങളുടെയും സംഘടനകളുടെയും ഒക്കെ പിന്തുണയോടെ അവരെയും ഉൾപ്പെടുത്തി തൂഫാൻ മുന്നോട്ട് കുതിക്കുന്നത്. ഏത് ഭാഗത്ത് ലഹരി സംഘങ്ങൾ പ്രവർത്തിച്ചാലും അപ്പോൾ വിവരം പോലീസിനെത്തുന്നുണ്ട്.
പിണറായി കാലത്ത് പെരുമ്പാവൂരിൽ ശക്തമായ ലഹരിവേട്ട നടത്തണമെന്ന ആവശ്യം തുടരെ ഉയർന്നതാണ്. അവിടെ പേരിന് മാത്രം പോയി തിരച്ചിൽ നടത്തി മടങ്ങുന്ന പോലീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസ് എത്തുന്നുവെന്ന വിവരം ഉടനെ ലഹരി സംഘങ്ങൾക്ക് ചോർന്നു കിട്ടുമായിരുന്നു. അതേ പെരുമ്പാവൂരിൽ കയറി ഇന്ന് ശക്തമായ റെയ്ഡ് പോലീസ് നടത്തുന്നുണ്ട്. ലഹരി റാക്കറ്റിലെ അന്യസംസ്ഥാന തൊഴിലാളികളെ ഒന്നൊന്നായി പൂട്ടിക്കൊണ്ടിരിക്കുന്നു. പോലീസ് മാറിയിട്ടില്ല, മാറിയത് വകുപ്പ് മന്ത്രിയാണ്. ചെന്നിത്തല ജനങ്ങളോടൊപ്പം ചേർന്നാണ് ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമൂഹത്തെ ബാധിക്കുന്ന ഇതുപോലെയുള്ള വിപത്തുകൾക്ക് അറുതി വരുത്താൻ കൂട്ടായ പോരാട്ടമാണ് ആവശ്യം. ജനപങ്കാളിത്തത്തോടെയേ ഇത് നടപ്പിലാക്കാൻ കഴിയൂ. പോലീസ് വിചാരിച്ചാൽ മാത്രം ഇല്ലാതാക്കാൻ കഴിയുന്നതല്ല കേരളത്തിലെ മുഴുവൻ ലഹരി പോരാട്ടവും. രമേശ് ചെന്നിത്തലയ്ക്ക് കേരളത്തിന്റെ കയ്യടി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.